ഉദയശ്രീനടയിൽ ഉയരുമീ മലയിൽ ചിറകു വീശി ചിരികൾ പൂക്കും ഹൃദയമുണരുകയായി കസവുടുക്കും കനവുകൾ തൻ കവിതയല്ലോ ഗേഹം ശ്രീ തുളുമ്പി നീട്ടും ഗമനിഗമം മകളധികമണി സരിഗരി നിരഗ ഗമമണി ഗമമണി നിജ ഗമമണി നിജ സരി ഗമമണി നിജ സരി ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുള്ള ഈ മുറി നമുക്ക് എല്ലാവർക്കും തുല്യമായി പങ്കിട്ട് ജീവിക്കാനുള്ളതാണ്. അതിനിപ്പോൾ എന്തിട്ടാ സംഭവിച്ചേ? ഇതിപ്പോൾ ടിവിയിലൊരു സിനിമ സംഭവിക്കില്ലെന്ന ഒന്ന് ശബ്ദം താഴ്ത്തി വെച്ചാ നിങ്ങൾക്ക് എന്താ വിഷമം? എന്റെ ഉണ്ണികൃഷ്ണ, നീ കത്തെഴുന്നെത്തി ഇതിന്റെ മുന്നിൽ വന്നിരിക്കും. എന്താ ഇവിടെ നടക്കണേ? പൂരമല്ലേ, പൂരം. അതിർത്തികൾ ആരും ലംഘിക്കരുത്. ഉണ്ണികൃഷ്ണ സ്വസ്ഥമായി വീട് മക്കളെ. രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ ഇയാളുടെ കത്തെഴുത്ത്. ഇനി തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. പകുതി പോലും ആയില്ല. അതെങ്ങനാ ഈ ബഹളത്തിണ്ടക്കി? ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാ നീ നാട്ടിൽ പറക്കല്ലേ. ഡീറ്റെയിൽ ആയിട്ട് അമ്മയ്ക്ക് വിശേഷം പറഞ്ഞു കൊടുക്കാലോ. നേരിട്ട് നല്ല മണിയായിട്ട് എന്ത് അല്ലേ? അതെ എന്താ പറഞ്ഞത്? എഴുത്ത് വീണ്ടും ഇടയ്ക്ക് മുറിഞ്ഞുപോയി. റൂമിലാകെ ബഹളമാണ്. ഇന്ന് വെള്ളിയാഴ്ചയെന്ന് അമ്മയ്ക്ക് അറിയാലോ. വത്സനും സുനിലും ഖാദറും ടിവിക്ക് മുമ്പിൽ തന്നെ. ഗംഗം ഫോണിലൂടെ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാട്ടിലേക്കാണ്. 1 മണിക്കൂറോളമായി. അവൻ ഇന്നേ വരെ കാണാത്ത അവന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് ഫോണിലൂടെയാണ്. ടോമി ഇപ്പോ ഈ ലോകത്തോട് തന്നെ തികഞ്ഞ പുച്ഛത്തിലാണ്. ഏതാണ്ട് ഒരു കുപ്പി കഴിയാറായിട്ടുണ്ട്. അമ്മയ്ക്ക് ഈ ആഴ്ച ഉണ്ണിമോൻ എഴുതുന്ന 3ാമത്തെ കത്താണിത്. നേരത്തെ എഴുതിയവ അവിടെ കിട്ടിയോ എന്തോ. കഴിഞ്ഞ കത്തിൽ ഞാൻ വീടുപണിയുടെ കാര്യം എഴുതിയിരുന്നില്ലേ? വിസ്തരിച്ചൊരു പ്ലാൻ ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ ബാങ്ക് മാനേജർ വിൻസെന്റ് സാർ അവിടെ നല്ലൊരു എഞ്ചിനീയറെ പരിചയപ്പെടുത്തി തരാമെന്ന് എഴുതിയിരിക്കുക. ഞാൻ കഴിഞ്ഞ തവണ 25,000 രൂപ ബാങ്കിലേക്ക് നേരിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കത്തിനോടൊപ്പം 25,000 രൂപയുടെ ഡ്രാഫ്റ്റ് കൂടി ഞാൻ അയക്കുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി ഒരു 5 ലക്ഷം രൂപയെങ്കിലും അവിടെ കാണും. ഈ ഡ്രാഫ്റ്റ് കിട്ടിയാലുടൻ ബാങ്കിൽ ഏൽപ്പിക്കണം. വിൻസെന്റ് സാറിനോട്
ഞാൻ വന്നാൽ ഉടനെ വീട്ടുപണി തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയുക. പിന്നെ സുമി ചേച്ചി എന്ത് ചെയ്യുന്നു? നേർച്ചയും വഴിപാടും ഒക്കെ മുടങ്ങാൻ നടക്കുന്നുണ്ടല്ലോ. തയ്യൽ മെഷീന്റെ പടപടാന്നുള്ള ഹൃദയമിടിപ്പ് ഈ ഉണ്ണിക്കുട്ടന് ഇവിടെ ഇരുന്നാലും കേൾക്കാം. ഇത്തവണ ഞാൻ നാട്ടിൽ വന്നാൽ ചേച്ചിയുടെ കാര്യം കൂടി ഒരു കരക്കെത്തിക്കണം. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക്. ഹലോ, കൃഷ്ണൻകുട്ടിയോട് എന്റെ പ്രത്യേക അന്വേഷണം അറിയിക്കണം. ഉണ്ണിക്കാ ഫോൺ. ഹലോ ഹലോ ഉണ്ണി, ഞാനാ ജമാൽ. ഹലോ, ഇതിപ്പോ എവിടെന്നാ? എന്റെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ. ഈവനിങ് എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കേരള സെന്ററിൽ ലിറ്റർ റിവിങ്ങിന് മീറ്റിംഗ് ഉണ്ട്. എന്താ പ്രത്യേകിച്ച് വല്ലതും? മസ്കറ്റിലുള്ള എന്റെ അങ്കിൾ, ഒരു എഞ്ചിനീയർ അബ്ദുൾ റഹ്മാന്റെ കാര്യം ഞാൻ പറയാറില്ലേ, പുള്ളിക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്റെ വീട്ടിന്റെ ഐഡിയ നമുക്ക് പോയി ചർച്ച ചെയ്താലോ? ഓ ഷുവർ. ഞാൻ ഇപ്പൊ അമ്മയ്ക്ക് എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. നാട്ടിൽ ചെന്നാലുടൻ എനിക്ക് പണി തുടങ്ങുകയും ചെയ്യണം. എന്നാ ഷാർപ്പ് 6 ഞാൻ കാർ മൈന്നിട്ട് ഫ്ലാറ്റിന്റെ താഴെ എത്താം. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു കടമ്പ കൂടി കടന്നു കിട്ടി. നാട്ടിൽ ചെന്നാലുടൻ വീട് പണി തുടങ്ങണം. ഇത്തവണ നാട്ടിൽ ചെന്ന വീട് പണി മാത്രമേ ഉള്ളൂ, അതോ അതിനകത്തൊരു പെണ്ണിനെ കൂടെ കുടിയിരുത്താനുള്ള പ്ലാൻ ഉണ്ടോ? നോക്കട്ടെ, ആദ്യം വീട്, പിന്നെ മറ്റു മോഹങ്ങളുള്ളൂ. ജമാലിനറിയോ, സുമി ചേച്ചി ഉണ്ട് വീട്ടിൽ. എന്നെക്കാൾ 4 വയസ്സിന് മൂത്തതാ. സുമി ചേച്ചിയുടെ കല്യാണം പറ്റുമെങ്കിൽ ഈ ലീവിന് തന്നെ നടത്തണം. വലിയൊരാശയത്. അതിനുവേണ്ടിയാ ഞാൻ സ്വന്തമായൊരു വീടിനെ കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയത്. തറവാട്ടിൽ നിന്നൊരു തുണ്ട് ഭൂമി പോലും ലഭിക്കാതെ ആട്ടി ഇറക്കപ്പെട്ടവൾ എൻ്റെ അമ്മ. ഞങ്ങൾ 2 കുട്ടികളെ കൊണ്ട് അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടതാ. ഓരോന്നോരോന്നായി എനിക്ക് നേരെയാക്കണം. ഒരു വീട് പോലും ഇല്ലാത്ത തെക്കേടത്തെ മാധവിയമ്മയുടെ മക്കളെന്ന പേരുദോഷം ആദ്യം എനിക്ക് മാറ്റണം. എല്ലാം നേരെയാവും നീ വാ. ഇവിടെ തയ്ച്ചിട്ട് ഇവിടെ മടക്കിയെടുക്കണേ. ആ, അങ്ങനെ തന്നെ സൂക്ഷിച്ച് ഒന്നുകൂടെ അടിക്ക. ആ മറിയമ്മേ, ഇന്നുമുണ്ട് മോന്റെ ഡ്രാഫ്റ്റ് അങ്ങ് പേർഷ്യന്ന്. ഈ കരയിൽ പേർഷ്യ ജോലിയുള്ള എത്ര പേരുണ്ട്? എന്നാലും ഈ ഉണ്ണികൃഷ്ണനെ പോലെ ആഴ്ച ഒരു കത്ത് വെച്ച് വീട്ടിലോട്ടയക്കുന്നത് വളരെ കുറവാ. അല്ല സുമിക്കുഞ്ഞെ, മാധവമ്മ എത്തില്ലയോ? ഉണ്ട്. കണാരേട്ടിനെ നോക്കി തന്നെ ഇരിപ്പാ. ഈ വഴി പോകുമ്പം മാധവമ്മ തരുന്ന മോരും വെള്ളം, നല്ല പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് തരുന്ന മോരും വെള്ളം, അതൊരു സുഖമാ. കണാരം വരേണ്ട സമയമായല്ലോ, കാണില്ലല്ലോ നിരീക്ഷിച്ചിരിക്കായിരുന്നു ഞാൻ. ഇന്ന് അമ്മയുടെ ഉണ്ണിക്കുട്ടന്റെ വർത്താനം കുറെ ഏറെയുള്ള മട്ട. വല്ല സ്വർണ്ണക്കെട്ടി ഉണ്ടോ അവത്തെന്നാ സംശയം. ഏയ്, അതൊന്നും വെക്കില്ല ദുഷ്ടൻ. നീ അതൊന്ന് വേഗം തുറന്നു വായിക്ക്. അവന്റെ വിവരമൊന്നും അറിയാത്തത് കൊണ്ട് രാവിലെ തൊട്ട് എനിക്ക് ഉള്ളിലൊരു ആദിയാ. അതിന് മാധവമ്മ ഞാൻ മെനയാന്നല്ലേ നിങ്ങൾക്ക് ഒരു കത്ത് കൊണ്ട് തന്നത്. ഇങ്ങനെ നിത്യവും കത്തയക്കാൻ മോൻ അവിടെ എന്നെ പോലെ പോസ്റ്റ് ഓഫീസിൽ അതോ പടി. നിങ്ങൾ അമ്മയും മോളും കൂടെ കത്തൊക്കെ വായി സൂചിരി. എനിക്ക് ഇനി 5-6 മൈൽ സൈക്കിളിൽ ഓടാനുള്ളതാ.
ശരിക്കും വട്ട. എന്റെ കാര്യം ഓർത്ത് മനസ്സ് പുണ്ണാക്കണ്ടെന്ന് ഒരു 10,000 തവണ ഞാൻ അവനോട് പറഞ്ഞതാ. അവൻ അവന്റെ ആഗ്രഹം എഴുതിന്ന് വെച്ച് അല്ലെങ്കിലും ഈ വരവിൽ തന്നെ നിന്റെ അവന്റെ ഒരുമിച്ച് നടത്തണമെന്നാ എന്റെ മോഹം. ഇനി എത്ര കാലം കൂടി കാണുമോ ആവോ. അതിനിടയ്ക്ക് ഒരു മുത്തശ്ശി കൂടിയായി കണ്ടിട്ട് പോയാ മതിയായിരുന്നു എനിക്ക്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അമ്മയുടെ ഒക്കെ വിചാരം എന്താ? ചന്തയിൽ പോയി തോന്നുന്ന വില കൊടുത്ത് ഒരാളെ തെരഞ്ഞെടുത്തോണ്ട് വരാന്നാണോ? ഇനിയിപ്പോ എന്റെ വയസ്സിനും പ്രകൃതിന് ചേരുന്ന ഒരുത്തിനെ തപ്പിപ്പോയാ ഒരു പക്ഷേ ചെറുക്കന്റെ തന്തപ്പടി പറയും, ഞാൻ വരാൻ കൊച്ചേ കൂടെന്ന്. പിന്നല്ലാതെ നിന്റെ അകമതി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്നും ഇനി പറയുന്നില്ലേ. നീ ആ ഡ്രാഫ്റ്റ് നാളെ തന്നെ ബാങ്ക് കൊണ്ടു കൊടുക്ക്. ബാങ്ക് മാനേജർ വിചാരിച്ചാലേ നമുക്ക് ചിങ്ങത്തിൽ തന്നെ വീട് പണി തുടങ്ങാൻ കഴിയൂ. ലോണിന്റെ കാര്യമൊക്കെ അങ്ങേര് ശരിയാക്കൊന്നല്ലേ ഉണ്ണി എഴുതിയിരിക്കണത്. ഇനിയിപ്പോ ഒരാഴ്ച 1-2 എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോകും. 2 കൊല്ലായി അവനെ കണ്ടിട്ട്. എന്നാലും ഇപ്പോഴും ഇതാ ചിരിച്ചും കൊണ്ട് എന്റെ മുമ്പിൽ നിക്കണ പോലെ ഉണ്ട് എന്റെ ഉണ്ണി. വൈകിട്ട് കാവിൽ വെച്ച് കണ്ടപ്പോഴാ മാധവേട്ടത്തി പറഞ്ഞത്. ഇപ്പൊ അവൻ പോയിട്ട് 2 വർഷം കഴിഞ്ഞത്രേ. 1-2 മാസത്തെ ലീവും ഉണ്ട്. പോണതിന് മുമ്പ് വീട് പണി തീർക്കണമെന്ന് അത്രേ അവൻ എഴുതിയിരിക്കുന്നത്. എല്ലാം ഓരോ നിയോഗ. അല്ലെങ്കിൽ അവൻ ഈ നിലയിൽ എത്തുമെന്ന് ആരാ കരുതിയേ? ആ ചെക്കൻ അല്ലെങ്കിലും ഗുരുത്തോളവനാ. പഴയ ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഇനിയും നമ്മൾ അവരെ അകറ്റി നിർത്തുന്നതിൽ കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഏതായാലും മാധവിയേട്ടത്തി ഒരു പാവ. ചെറുപ്പത്തിലൊരു ബുദ്ധിമോശം കാണിച്ച് ഇറങ്ങിപ്പോയെന്ന് വെച്ച് തറവാട്ട് സ്വത്തിന് അവകാശം ഇല്ലാണ്ടിരിക്കൂ. സ്വത്ത് കൊടുക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മടങ്ങി വരും. കൈ നിറയെ പണവും ഉണ്ട്. ഇല്ലാത്തതെന്താ? വീട് വെക്കാനൊരു സ്ഥലവാ. അതിനവൻ ആ കവലയെ സ്ഥലം മേടിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. തറവാട്ട് വളപ്പിൽ തന്നെ പുതിയ വീട് വെക്കണമെന്ന് ഉണ്ണിക്ക് മോഹം ഉണ്ടാവില്ലേ? മാധവിയേട്ടത്തിക്കും വലിയ സന്തോഷാവും. ദേ, ഇപ്പൊ നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചാ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്നറിയോ? കൈ നിറയെ പണം ഉള്ളൊരു മരുമോനെയാ. ഇനി ദേ നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നാലും എനിക്ക് തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ല. അതിനിവിടെ ആര് തോക്കുന്നു, ആര് ജയിക്കുന്നു? ജയിക്കുന്നത് നമ്മൾ തന്നെയാ. പഴയ കാര്യങ്ങളൊക്കെ മറന്ന് അവൻ തിരികെ വരുമോ? വരും, അവൻ വരും. വന്ന് അമ്മാവനെ കാണും. അതുപോലെ നിങ്ങൾക്ക്. മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചോണ്ട് വരച്ചിട്ടാ ഇങ്ങനെയൊക്കെ തെറ്റുന്നത്. അതെ അതെ, മനസ്സിലിപ്പോ നിറയെ വിചാരങ്ങളാ. നാളത്തെ പ്രാക്ടിക്കൽ, മറ്റന്നാളത്തെ റെക്കോർഡ് സബ്മിഷൻ, എക്സാം. ഹോ, ഇപ്പൊ അമ്മയൊന്ന് അകത്ത് പോകുന്നുണ്ടോ? ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പിന്നെയും തെറ്റിപ്പിക്കാതെ. അത് പെണ്ണിങ്ങനെ കിടന്ന് ചൂടാവുന്ന എന്തിനാ? എല്ലാം സൂക്ഷിച്ച് ചെയ്യ. സൂക്ഷിച്ച് തന്നെ ചെയ്യണേ. എനിക്ക് വയ്യ ഈ ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ പഠിക്കാൻ. 3rd ഗ്രൂപ്പ് എടുത്തോളാന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ. അപ്പൊ പറ്റത്തില്ല. എന്നെ ഡോക്ടറൊക്കെ അടങ്ങുന്നല്ലേ വാശി. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? നിനക്കിനി പഠിക്കാൻ പറ്റത്തില്ല, അത്രയല്ലേ ഉള്ളൂ. ഉണ്ണിയേട്ടൻ വരുന്നത് അറിഞ്ഞോ നീ? ആര്? നമ്മുടെ തെക്കടുത്ത് ഉണ്ണിയേട്ടനോ? എപ്പോ? ഉണ്ണിയേട്ടനെന്ന് കേട്ടപ്പോ പെണ്ണിന്റെ ഒരു ഇളക്കം കണ്ടില്ലേ? അമ്മ പറയേ, ആരാ പറഞ്ഞിരുന്നു ഉണക്കതയൊക്കെ? ഉണ്ണിയേട്ടന് ഇപ്പോഴൊന്നും വരാൻ പറ്റത്തില്ല. 4-5 കൊല്ലം കഴിഞ്ഞാലേ അറബി ലീവ് കൊടുക്കുന്നാണല്ലോ സുമിച്ചേച്ചി പറഞ്ഞത്. അങ്ങനെ സുമിച്ചേച്ചി പലതും പറയും. ഏതായാലും ഉണ്ണികൃഷ്ണൻ അടുത്ത ആഴ്ച വരും. ഓണത്തിന് നമ്മളെല്ലാരും ഒന്നിച്ചാ ഇവിടെ തറവാട്ടില്. അതിന് അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അച്ഛനെ പേടിച്ച് ഉണ്ണിയേട്ടൻ ഈ വഴിക്ക് വരികയല്ല. ആ, ഉണ്ണി ഇങ്ങ് വന്നോട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് കാര്യങ്ങള്. ഏതായാലും എന്റെ മോളിപ്പൊ പഠിക്കേ, കിനാവ് കാണലൊക്കെ പിന്നെ. सोनिया सोनिया ला ला ला
എടാ കൃഷ്ണൻകുട്ടി, നീ വല്ലതും കഴിച്ചതാണോടാ? ഉവ്, നല്ല കാര്യായി. അല്ലെങ്കിൽ വന്ന് ചോദിച്ചു വാങ്ങിക്കില്ലേ ഞാൻ. ആ ചേച്ചിങ് എത്തിയല്ലോ. ആ മോളെ, ഉണ്ണി ലോണിന്റെ കാര്യം എഴുതിയിരുന്നില്ലേ? മാനേജറോട് പറയാൻ മറക്കണ്ട കേട്ടോ. ആ കൃഷ്ണൻകുട്ടി, നമുക്ക് ആദ്യം ബാങ്കിലേക്ക് പോവാം. പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇത്തിരി പർച്ചേസിംഗ് ഉണ്ട്. ശരി, പോവാ. ഉണ്ണി വാങ്ങിയ സ്ഥലം മുഴുവനും ആ കേശവനും മറ്റും കൈയടക്കിയിരിക്കുക. അവിടെ ഇപ്പൊ മരിച്ചീനി കൃഷിയോ കഞ്ചാവ് കൃഷിയോ ഒക്കെയാ. ഒന്നും ചോദിക്കാനും പറയാനും പറ്റാത്ത അവസ്ഥ. ആരായി കേശവൻ? ചേച്ചിക്കറിയില്ല നമ്മുടെ മാനാട്ടിലെ കേശവനെ? ചേച്ചി MG കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ നേതാവൊക്കെ ആയിരുന്നു. ഇപ്പൊ റൗഡിപ്പണിയാ. ചുമട്ടുകാരുടെ നേതാവൊക്കെയാണെന്ന ഭാവം. ആ എനിക്കറിയാം, എന്റെ സീനിയർ ആയിരുന്നു. വെറുതെ പൊല്ലാപ്പിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ എതിർക്കാഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അയാൾ ഇവിടുത്തെ നേതാവായി. അത് കൊള്ളാമല്ലോ. ആ ഉണ്ണി വന്ന് വീട് പണിയുമ്പോഴേക്കും എല്ലാം കുടിയൊഴിഞ്ഞു പോയിക്കോളൂ. നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. അത് പറഞ്ഞാൽ എങ്ങനെയാ? ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നാൽ ഞാനെന്ത് പറയും? എന്റെ വീടും പറമ്പുവാ ജപ്തിക്ക് വെച്ചിരിക്കുന്നേ. നിങ്ങളൊന്ന് പോണം ചേച്ചി, ഞങ്ങൾക്കിവിടെ വേറെ ജോലി ഉള്ളതാ. ഓഹോ, എന്റെ കാര്യം തീരുമാനിച്ചിട്ട് മതി നിങ്ങളുടെ ജോലികള്. എന്ത് തീരുമാനിക്കാൻ? ഇതൊരു ശല്യമായല്ലോ. ഇതിന് പരിഹാരം കാണാതെ ഞാനിവിടുന്ന് പോത്തില്ല. എന്നാൽ ഇവിടെ ഇരുന്നോ. നിങ്ങളൊന്നും ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ദേ, ആദ്യം വളഞ്ഞ പോലീസിനെ വിളിപ്പിക്കും ഞങ്ങൾ. വിളിക്കേ, എന്നിട്ട് എന്നെ അങ്ങ് തൂക്കിയെടുക്കാൻ പറയേ. അല്ല, നിങ്ങളുടെ മാനേജർ എവിടെ? ആ പുണ്യാളൻ അയാളാ എന്നെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചത്. പെങ്ങൾ അവിടെ ഇരുന്നാട്ടെ, നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. ഞാൻ മാനേജറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെയാക്കാം. ഇരുന്നാട്ടെ, അവിടെ ഇരുന്നാട്ടെ. ഒന്നും സംഭവിക്കില്ല കുട്ടപ്പായി. ഈ വിൻസെന്റ് ക്രൂസാ പറയുന്നേ. ഞാൻ ഈ കളി കളിക്കാൻ തുടങ്ങിയിട്ട് വർഷം 15 എന്നാലും ഇതിപ്പോ ആ പെണ്ണും പിള്ള വല്ല കംപ്ലൈന്റും പോവാൻ പറയടോ. അവളെ ഞാൻ കുറെ കണ്ടതല്ലേ. ഇത്രയും കാലം അവക്ക് എന്നോടൊരു പരാതി ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോ അത് ഞാൻ ഗൾഫിൽ നിന്ന് വരും എന്നുള്ള ഒരു ത്രില്ലിലാ അവള്. തെളിവുകളുണ്ടോ? തെളിവ് അത് നമുക്ക് അറിയൂല. രേഖകളൊക്കെ നമ്മൾ പണയം വെച്ചതറിയുമ്പോ അവരുടെ ഹസ്ബൻഡ് വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്നാ. വരട്ടടോ, ഈ ലോകം മുഴുവൻ ഇളകി വരട്ടെ. കാണിച്ചു കൊടുക്കണം പേപ്പേഴ്സ്. അതിനല്ലേ ആ കൗണ്ടറിൽ ശമ്പളം കൊടുത്തെഴുതിയിരിക്കുന്നത് കുറെ നായിന്റെ മക്കളെ. ആ ഉണ്ണികൃഷ്ണന്റെ പെങ്ങള് വരുന്നുണ്ട്. നീ വിളിക്ക്. ഞാൻ അവന്റെ വീടിന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുക. മറ്റേ പെണ്ണും പിള്ള എന്ത് പറഞ്ഞു ഒതുക്കും സാർ? എടോ, ആ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതല്ലേ. നല്ല പുതിയ അക്കൗണ്ട് വരുമ്പോ നമ്മൾ എന്തിനാ പഴയതും ചുമന്ന് നടക്കുന്നേ? വിളിക്കടോ ഉണ്ണികൃഷ്ണന്റെ പെങ്ങളെ.